Film Studies. Continuation. Italian Neorealism. The Italian Neorealist movement began with the release of Rome Open City, directed by Roberto Rossellini in 1945. Some other notable directors of this period were Federico Fellini, Vittorio De Sica, and Luciano Visconti. And as most of the big studios were destroyed during the war and directors had to spend on location shooting, this gave a new aesthetic outlook to films, and those films used in the service of non-professional actors. The important roles were given into the children in The Bicycle Thieves and directed by the Vittorio De Sica. 1945 റോബർട്ടോ റൊസാലിനിയുടെ റോം ഓപ്പൺ സിറ്റി എന്ന് പറയുന്ന സിനിമയുടെ വരവോട് കൂടിയിട്ടാണ് ഇറ്റലിയിൽ നിയോ റിയലിസ്റ്റ് പ്രസ്ഥാനം ആദ്യമായി ആരംഭിക്കുന്നത്. അക്കാലത്തെ ചില പേരുകേട്ട ഡയറക്ടേഴ്സായിരുന്നു ഫെഡറിക്കോ ഫെലീനി, വിത്തോറിയോ ഡെ സിക്ക, ലൂഷിനോ വിസ്കോത്തി എന്നിവരൊക്കെ. യുദ്ധത്തിൽ വലിയ സ്റ്റുഡിയോകളെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഡയറക്ടേഴ്സിൻ്റെ സിനിമകൾ ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് സിനിമയ്ക്കൊരു പ്രത്യേക ഭംഗി തന്നെ കൈവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവയിലെ അഭിനേതാക്കളൊക്കെ തന്നെ നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. 1948 വിതാരി ഡെ സിക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കുട്ടികൾക്കായിരുന്നു പ്രധാന വേഷങ്ങളുണ്ടായിരുന്നത്. ജനങ്ങളോട് വളരെയധികം സിമ്പതിയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ആ സിനിമയിലുണ്ടായിരുന്നത്. സിനിമയിൽ ഡോക്യുമെൻ്ററികളുടെ രീതിയിലാണ് ആ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ന്യൂ റിയലിസ്റ്റ് പ്രസ്ഥാനം ഫ്രഞ്ച് ന്യൂ വേവ് പ്രസ്ഥാനത്തെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യജിത് റേ പോലെയുള്ള ന്യൂ വേവ് നിർദ്ദേശകർക്കും അത് വലിയൊരു ഇൻസ്പിറേഷനായിരുന്നു. സത്യജിത് റേയുടെ 1955 പതർ പാഞ്ചാലി, അതിൽ ബൈസിക്കിൾ തീവ്സിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റാലിയൻ സിനിമകളുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത് 1950s വരെയുള്ള കാലഘട്ടമാണ്. 1950 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സിനിമകളാണ് പൈസാൻ, ജർമ്മനി, ഇയർ സീറോ. റോബർട്ടോ റൊസാലിനിയാണ് ഈ രണ്ട് മൂവിയും ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിനോ വിസ്കോത്തിയുടെ ദ എർത്ത് ടംബ്ലേഴ്സ് ആൻഡ് ജൂസപ്പോ റെസാന്തിൻ്റെ ബിറ്റർ ഐസ്, ഫെഡറിക്കോ ഫെല്ലിനിയുടെ ലാ സ്ട്രാഡ ആൻഡ് വിത്തോറിയോ ഡെ സിക്കയുടെ ഉംബർട്ട ഡി എന്ന് പറയുന്ന മൂവീസായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് സിനിമ. 1960s ലാറ്റിൻ അമേരിക്കയിൽ തുടങ്ങിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് തേർഡ് സിനിമ എന്ന് പറയുന്നത്. ദ ഫിലിം മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ഇൻ ലാറ്റിൻ അമേരിക്ക ഇൻ ദ 1960s. And it spoke strongly against capitalism and the film monopoly and film Hollywood. The countries of Latin America include Argentina, Bolivia, Brazil, Chile, Colombia, Costa Rica, Cuba, the Dominican Republic, Ecuador, El Salvador, Guatemala, Honduras, Mexico, and Nicaragua, Panama, Peru, Paraguay, Puerto Rico, ഉറുഗ്വായ്, വെനസ്വേല അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. 1960s ലാറ്റിൻ അമേരിക്കയിൽ തുടങ്ങിയിട്ടുള്ള പ്രസ്ഥാനമാണ് തേർഡ് സിനിമ. മുതലാളിത്തത്തിനും ഹോളിവുഡിൻ്റെ കുത്തകയ്ക്കും എതിരായിട്ടാണ് ഇത് തേർഡ് സിനിമ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നത്. ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ഈ തേർഡ് സിനിമയുടെ ആ ഒരു ആശയപരമായിട്ടുള്ള ഒരു ബേസ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജിയാണ്. ഒന്നാം ലോക മഹായുദ്ധം അവയുടെ നിയോ കോളനിയൽ നയങ്ങൾ കൂടി മൂന്നാം ലോകത്തെ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്കയിലെ രാജ്യങ്ങളെയും ചൂഷണം ചെയ്യാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ ഐഡിയോളജിക്കൽ റൂട്ട് ഓഫ് ദ തേർഡ് സിനിമ ഈസ് മാർക്സിസം ആൻഡ് നിയോ കൊളോണിയൽ പോളിസീസ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് കൺട്രീസ് were exploiting the third world countries in Latin America and Africa. This movement called for the resistance against capitalist ideology throughout the medium of cinema, and the movement focused on the social, political, and cultural realities of the third world
And this third cinema was speaking of the marginalized people. It sought to make the audience aware to injustice inflicted on them. The term was first used by the Argentine filmmakers Fernando Solans and Octavio Gentino, and in their 1969's manifesto titled Towards the Third Cinema Notes and the Experiences of the Development of the Cinema of Liberation in the Third World. And this manifesto was published in the Cinema Journal and Tricontinental by the OSPAALA, which means Organization of the Solidarity with People of Asia, Africa and Latin America. In this manifesto, the first cinema was Hollywood cinema, which only catered to be the bourgeoisie values. Second cinema was European art cinema. It gave importance to the individual expression of the director rather than commenting in social realities. This third world cinema wants to hard social truth to be spoken aloud and expects the filmmakers to speak for the oppressed and marginalized. സോ ഒന്നാം ലോകം അവരുടെ നിയോ കൊളോണിയൽ ആയിട്ടുള്ള നയങ്ങളിൽ മൂന്നാം ലോകത്തെ, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കയും ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളെയും ചൂഷണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്രസ്ഥാനം സിനിമയിൽ കൂടി മുതലാളിത്ത ആശയങ്ങളെ പ്രതിരോധിക്കാനാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹ്യ പൊളിറ്റിക്കലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, അതുപോലെ കൾച്ചറലായിട്ടുള്ള റിയാലിറ്റീനെ ഇത്തരം സിനിമകളിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തുക എന്നുള്ളതായിരുന്നു തേർഡ് വേൾഡ് സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറയുന്നത്. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന അനീതികളെക്കുറിച്ച് ഓഡിയൻസിനെ ബോധവാന്മാരാക്കുക എന്നുള്ളതായിരുന്നു തേർഡ് സിനിമയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ഒരു പ്രയോഗം ആദ്യമായിട്ട് നടത്തിയത് അർജൻറ്റീനിയൻ സിനിമ പ്രൊഡ്യൂസറായിട്ടുള്ള ഫെർണാൻഡോ സൊളാനസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒക്ടാവോ ഗെറ്റിനോ എന്ന് പറയുന്ന ആളും ഇതിനോടൊപ്പം തന്നെ ചേർന്ന് ആദ്യമായി ഈ ഒരു തേർഡ് സിനിമ എന്ന് പറയുന്നൊരു ടേം കോയിൻ ചെയ്തവരാണ്. 1969 ഒരു മാനിഫെസ്റ്റോ അവർ തയ്യാറാക്കുകയാണ്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ തേർഡ് സിനിമ നോട്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ സിനിമ ഓഫ് ലിബറേഷൻ ഇൻ ദ തേർഡ് വേൾഡ്. ഇത് ഓർഗനൈസേഷൻ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പീപ്പിൾ ഓഫ് ഏഷ്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്കയുടെ ഒരു സിനിമ ജേണലാണ്. ആൻഡ് ട്രൈ കോണ്ടിനെൻ്റൽ എന്ന് പറയുന്നതിലാണ് ഈ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മാനിഫെസ്റ്റോയിൽ ഫസ്റ്റ് സിനിമ ഹോളിവുഡ് സിനിമയാണ്. അത് ബൂർഷ്യ വാല്യൂസിനെ കൂടുതലായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട്. സെക്കൻഡ് സിനിമ യൂറോപ്യൻ ആർട്ട് സിനിമയാണ്. അത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡയറക്ടറുടെ വ്യക്തിപരമായിട്ടുള്ള ആശയങ്ങൾക്കാണ്, അല്ലാതെ സോഷ്യലായിട്ടുള്ള റിയാലിറ്റിക്കല്ല. ആൻഡ് തേർഡ് സിനിമ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോഷ്യൽ സത്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയണമെന്നുള്ളതാണ്. സിനിമ പ്രൊഡ്യൂസേഴ്സൊക്കെ തന്നെ, അല്ലെങ്കിൽ സിനിമ ഡയറക്ടേഴ്സൊക്കെ തന്നെ ഭയങ്കരമായിട്ട് സപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും